ശരിക്കും വില്ലനും ഹീറോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വില്ലന് വില്ലൻ്റെതായ ന്യായമുണ്ട്. അവൻ്റെ കഥയിൽ അവൻ ഹീറോ തന്നെ. പിന്നെ വില്ലൻ്റെ കാര്യങ്ങൾക്ക് ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോൾ അവൻ ശുഭിതനാവുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? മതിയാണ് നിന്റെ ഫിലോസഫി. മര്യാദക്കുണ്ടായ കാര്യം പറയണം. പറഞ്ഞേ. അയാളെൻ്റെ മുന്നിലേക്ക് വന്ന് എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. അടുത്ത് കത്തി ഉടനെ എൻ്റെ കയ്യിൽ കത്തിയെടുത്ത് അറഞ്ചം പൊറഞ്ഞ പൊട്ടി തീർന്നു. ബോഡി ഇപ്പോൾ ഒഴുകി താഴെത്തിക്കണം. ഒരു ജീപ്പ് വിളിക്കും സാറേ. ഇത് എത്രയായി നടക്കുന്നേ? ഹെലികോപ്റ്റർ വിളിക്കാം. മര്യാദക്ക് നടക്കി. നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾ നടന്ന് 6 പാക്ക് ആക്കി. ജേക്കബേ, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. മർഡറാ. ഞാനിവിടുത്തെ ലൊക്കേഷൻ അയക്കാം. നീ പോലീസ് ജീപ്പായിട്ട് എവിടെ വാ, മുള്ളിയിട്ട് പോവാം. എന്നടാ ഒരാളെങ്ങനെ കൊല്ലാൻ പറ്റുന്നു? അതും ഒരു മനുഷ്യനാ. അതൊക്കെ സാറിന് പറ്റും. സാറൊന്ന് ശ്രമിച്ചു നോക്കും. മതി, വാടാ. നമ്മൾ ഇവിടുന്നാ വന്നത്. നമ്മൾ നടന്നിട്ട് ഇവിടെ എത്തി. നീ കൊന്നിട്ട് 1 മണിക്കൂറായെങ്കിൽ ബോഡി പുഴയിലെത്തേണ്ട സമയമായി. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റക്കായി കാണും. എൻ്റെ സാറൊരു സംഭവട്ടാ. മതിയടാ, നിർത്ത്. ബോഡി ദൂരെ ഒഴുകിപ്പോകുന്നതിന് മുമ്പേ താഴെ എത്തണം. വാടാ. വാടാ. ഇതാ വരാത്തെ. സാറൊരു കാര്യം ശ്രദ്ധിച്ചാ? ഇവിടെ ആകെ ഒരു ബാഡ് വൈബ് അടിക്കുന്നില്ലേ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇരുട്ടാവാനായോണ്ടോ? സാർ മുന്നിൽ നടന്നു. സാർ കാട്ടിൽ എന്തെങ്കിലും അസാധാരണമായത് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും നിഗൂഢമായത്? കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടുണ്ട്. എന്നാ പറ. അഗ്നിവൃത്തം, ഒരു വൃത്തത്തിലുള്ള തീജ്വാല. അതിനിതുവരെ ആരും കണ്ടിട്ടില്ല. കണ്ടവരാരെയും പിന്നെ കണ്ടിട്ടില്ല. കാട് ഭരിക്കുന്ന എന്നാൽ ബന്ദിയാക്കപ്പെട്ട ഒരു അടിമയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അഗ്നിവൃത്തം ഭരിക്കുന്ന കാട്ടിലേക്ക് അനുവാദമില്ലാതെ ആര് കയറിയോ അപ്പം തന്നെ അവൻ്റെ കണ്ണിലേക്ക് അത് പ്രവേശിക്കും. അയാൾ മരിക്കും. അഗ്നിനേത്രം എന്നും അതിനെ വിളിക്കണം. നമ്മളത് കൊല്ലോ? നീ ഒന്ന് വന്നാടാ. കുറെ കെട്ടുകഥയും. ഇരുട്ടാകുന്നതിന് മുമ്പ് കാട് വിടണം. എന്താ സാറേ, അഗ്നിവൃത്തം പിടിക്കോ? എടാ, അതൊന്നുമല്ല. ഈ സാധനം പിടിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പിടിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കാട്ടിൽ നടക്കുന്ന എല്ലാം അതിനറിയാമായിരുന്നു. അതൊരു ഇല വീണാണ്. വാ, നീ ഒന്നിരിക്ക്. എടാ, ഒരു കാരണമില്ലാതെ നീ ഒരാളെ കൊല്ലുന്നു, എന്നിട്ട് പുഴയിൽ ഒഴുക്കുന്നു. നീ തന്നെ പോലീസിനോട് വിളിച്ചു പറയുന്നു. രക്ഷപ്പെടാമായിരുന്നിട്ടും നീ എന്തിനാണ് പിടി തന്നെ? പിടിതരാനോ? ഞാനോ? സാറല്ലേ പിടി തന്നെ. ഒറ്റക്ക് ക്രെഡിറ്റ് എടുക്കാൻ വന്ന സാറിന് അറിയില്ലല്ലോ ഇതിനേക്കാൾ കൂടുതൽ സ്റ്റാറിൽ ഒരുത്തൻ പുഴയിൽ കിടക്കുന്നുണ്ട്. പറ. സാറ് ഫിലോസഫി അടിക്കാനൊന്നും നിൽക്കണ്ട, മര്യാദയ്ക്ക് പറഞ്ഞോ.